പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നും കർത്താവിൻ്റെ കരം നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരുക്കി വെച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവത്തിൻ്റെ ശക്തിയും സംരക്ഷണവും നമുക്ക് ചുറ്റുമുണ്ട്. യോഹന്നാൻ പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. നാം ദൈവത്തോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കണം. നമ്മുടെ ജീവിതം പെരുവഴിയിലാക്കാൻ ദൈവം ഇടയാക്കത്തില്ല. അമിതമായി ദുഃഖിക്കുന്നുകൊണ്ടോ പെറുവിറുക്കുന്നുകൊണ്ടോ മാറുന്നതല്ല നമ്മുടെ ജീവിതം. നാം വിശ്വസിക്കണം, ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉറച്ചു നിൽപ്പീൻ. നിന്റെ തകർന്ന മനസ്സിനെ നോക്കി കർത്താവ് പറയുക, ഉറച്ചു നിൽക്കുക. നിന്റെ മുറിവിനെ കെട്ടുന്ന പകൽക്കാലമാ. ജീവിതത്തിൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിയ വ്യക്തിയാണെങ്കിൽ, ആരോടും പറയാനില്ലെങ്കിൽ പറ്റാത്ത വേദനയുമായി കഴിയുന്നവരാണെങ്കിൽ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ വേദന ഒപ്പിയെടുക്കാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. അവർ സന്തോഷത്തിൻ്റെ നടുവിലല്ല, ജയിലറയ്ക്കകത്ത് കിടന്നപ്പോൾ, വേദന മാത്രം ജീവിതത്തിലുള്ളപ്പോൾ, മരണം മുൻപിൽ കണ്ടപ്പോൾ ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. സങ്കടപ്പെടുത്താൻ നമുക്ക് ചുറ്റും 100 കാരണങ്ങൾ കാണുമെന്നാൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ സമ്പത്തുമൊക്കെ ആ ദൈവിക അന്തരീക്ഷത്തിൻ്റെ ആയിരിക്കണം. പൗലോസും ശീലാസും കാരാഗ്രഹം സന്തോഷമുള്ള ഇടമാക്കി മാറ്റി. നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തോളും. നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴുകി കേൾക്കുന്നത് സ്തുതിയും ആരാധനയുമായിരിക്കണം. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ജീവിതത്തിൻ്റെ വീഴ്ചകളും താഴ്ചകളും തകർച്ചകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. പരാജയപ്പെടുത്താനും നമുക്ക് ചുറ്റും ആൾക്കാർ കാണാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കണം. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുലുങ്ങി പോകയില്ല. യഹോവ എൻ്റെ ആശ്രയമായി. ലോകത്തിൽ ആരിൽ ആശ്രയം വെച്ചാലും കുലുങ്ങാനും ഹൃദയം വേദനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ആ കർത്താവ് നമുക്ക് അനുകൂലമാണ്. ആ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായ ഒന്നിനെയും നമുക്ക് പ്രയാസപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ. യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുമ്പോൾ, ആകയാൽ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ദേശമൊക്കെ നാം വസിക്കുന്ന ഇടം ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളായി മാറാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നമുക്ക് ഓരോ ദിവസം തോറും നിറയാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥനയോടെ